ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ അരി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓയിലും ഉപ്പും ഇട്ടിട്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഊറ്റിയിട്ട് നമുക്ക് ആദ്യം തന്നെ അരി മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 4 സബോള, ഒരെണ്ണം വലുതാട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ 5 സബോള, പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. സബോള നല്ലതുപോലെ നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാതും. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി സെപ്പറേറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. ആദ്യം തന്നെ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമ്മളെല്ലാം മുന്തിരി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മൂക്കുന്ന ടൈമിൽ നമുക്കത് വറുത്ത് കോരി എടുക്കാം. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം 2 ട്രിപ്പ് സബോള ഉണ്ട് വറുക്കാനുള്ളത്, പകുതി എടുത്തിട്ട് നമ്മൾ വറക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ട്രിപ്പ് സബോള നമ്മൾ ഇട്ടിട്ടുണ്ട് വറക്കാനായിട്ട്. അതൊന്ന് ചെറുതായി മൂത്ത് വരുന്ന ടൈമിൽ ഇത്തിരിയും കൂടെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ആക്കിയിട്ട് നന്നായി കരിയിക്കാൻ പാടില്ല കേട്ടോ. ചെറിയൊരു കളറാകുന്ന ടൈമിൽ ഈ ഒരു പാകമൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് സബോള ഏതാണ്ട് ആയിട്ടുണ്ട്, നമുക്ക് എടുത്ത് വറുത്ത് കോരാം. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് ട്രിപ്പ് സബോള നമ്മൾ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് നന്നായി മുരിഞ്ഞു വരുമ്പോൾ അതും വറുത്ത് കോരാട്ടോ. അപ്പോൾ നമ്മുടെ സബോള അങ്ങനെ എല്ലാതും നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചേക്കുന്ന സബോളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അതിൽ പിന്നെ നമ്മൾ ഇട്ടേക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടി ഇട്ടിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടൊന്ന് ചിക്കൻ വേവിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു പരിവാണ് ടൈമിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. ഇത് രണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെറുതീയിൽ വെച്ചിട്ട് നന്നായി ഇളക്കി മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ഈ ചിക്കൻ ബിരിയാണിയിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരമാണ് നമ്മൾ പച്ചമുളക് എടുത്തേക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന 2 ചെറിയ തക്കാളി, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതും പിന്നെ ചേർക്കണത് മല്ലിയില, പുതിനയില. ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ആക്കുന്നുണ്ട്. ഇനി നമുക്കിത് പതിയെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ഒന്ന് നന്നായി ഒന്ന് വഴണ്ടണ വരെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന സബോളയില്ല, അതിൽ ഒരു പിടുത്തം സബോള ഒന്ന് ചെറുതായി ഒന്ന് കൈകൊണ്ട് പിടിച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ചിക്കൻ നന്നായി വേവണ വരെ വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇടാൻ നോക്കാട്ടോ. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ ചോറ്, പിന്നെ അതുപോലെ തന്നെ പാലിൽ മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ട് കളറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അതുപോലെ തന്നെ സബോള. അതിനുശേഷം സെക്കൻഡ് ട്രിപ്പും ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ മീതെ ഇതുപോലെ തന്നെ നേരത്തെ ഇട്ടതുപോലെ തന്നെ ബാക്കിയുള്ള ഫുള്ള് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന പാലിൽ മഞ്ഞപ്പൊടി ചേർത്തതും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ സബോള വറുത്തത്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.